നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ നോക്കാൻ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ തോളത്തൊന്നും ഇറങ്ങൂല. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് കൂടുതൽ എൻ്റെ കയ്യുമെത്താനാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, മരുന്നും കഴിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് കുറച്ച് സമയം ആളെ പുറത്തെടുത്തോണ്ട് കിടന്നിട്ട് കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് ആളുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കി എടുത്തു. താഴെ ഇരിക്കുന്ന പൂച്ചയോട് കൂടി സംസാരിക്കുന്ന കേട്ടോ നിങ്ങൾ ഇപ്പൊ കേട്ടത്. അങ്ങനെ പുറത്ത് സർക്കിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് വന്നു. രാവിലെ അവൻ 2 കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൊടുക്കാന്നും പറഞ്ഞ് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് തന്നെ 2 കഴിച്ചതും ആള് തുപ്പിക്കളഞ്ഞു. പിന്നെ ഞാനത് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഇതാ കോരി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴിയിച്ചത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളൊന്ന് കിടക്കാൻ വേണ്ടി വന്നായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഈ പിള്ളേർക്ക് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പും ഇല്ല, ഉറക്കവും ഇല്ല, നമ്മളിട്ടൊരു ഉറക്കത്തും ഇല്ല. അങ്ങനെ കൊടുവിന് പനി വന്നിട്ട് ഇന്നത്തേക്ക് 3ാമത്തെ ദിവസമായി. നോർമൽ പാരസിറ്റാമോൾ എടുത്തിട്ട് ആൾക്ക് തീരെ കുറവില്ല. അപ്പം അതുകൊണ്ട് ഇനിയും വെയിറ്റ് ചെയ്താൽ നമുക്കത് 8ന്റെ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കുടുവിനൊരു പീഡിയാട്രിഷനെ കാണിക്കാൻ കൊണ്ടുപോകാം. കുടുവിനെ സഹൃദ ഹോസ്പിറ്റലാണ് കാണിക്കുന്നതെങ്കിലും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ വരെ പോകാനുള്ളൊരു സാഹചര്യം അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിക്കാൻ പോവാണ്. വൈകുന്നേരത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7 മണിക്കാണ് ഡോക്ടർ പറഞ്ഞ സമയം. അപ്പം നമ്മളിതാ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേനും റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആൾക്ക് തീരെ എങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ആള് ഹാപ്പിയാണ്. പിന്നെ ഞാൻ മുന്നേ ഇട്ട വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറച്ച് കമന്റ്സും മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളുടെയും പേരോ അഡ്രസ്സോ ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾക്കത് കേട്ടപ്പോൾ ബുദ്ധിമുട്ടായി എങ്കിൽ ചിലപ്പോൾ അതിലൊരാൾ നിങ്ങളായിരിക്കും. അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കുക. അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരാളിതാ ഇരുത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പിടിച്ച് വലിച്ചാട്ടോ തടക്കിരുത്തി. കാരണം ആൾക്ക് വണ്ടി പോകുന്നതൊക്കെ എഴുന്നേറ്റ് നിന്ന് കാണണം. അതാണ് പിന്നെ നല്ല തിരക്കാതാണ്. ഹരിനെ ചീത്ത പറഞ്ഞു. പിന്നെ ഞാൻ പിടിച്ച് വലിച്ച് താഴെ ഇരുത്തി. ഇത് അരുക്കുച്ചി പാലാണ് കേട്ടോ. ഒരു സന്ധ്യാസമയം സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് കളറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ വളരെ ടാസ്ക് പിടിച്ചൊരു ഏരിയയിലോട്ടാണ് കേട്ടോ വന്നത്. ചേർത്തല ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്ന കാരണം നല്ല തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴിയും പോരാത്തിന് ഒരു ലോഡ് പൊടിയും. ഈ ഒരു റൂട്ട് വഴി ട്രാവൽ ചെയ്തിട്ടുള്ളവർ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ഒത്തിരി ട്രോളുകൾ വന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ഫേമസ് കൂടിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഡോക്ടറിന്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് വീട്ടിലാണ് കൺസൾട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റലല്ല. പിന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരുള്ളൂ. കാരണം നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒരു 9-10 മണി വരെ എന്തായാലും അവിടെ ഇരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ടോക്കൺ നമ്പർ 25 ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് 7 മണി അടുപ്പിച്ച് വന്നാൽ മതി എന്നായിരുന്നു ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയെങ്കിലും തിരക്കുകൊണ്ട് വീണ്ടും ഞങ്ങൾ 1 അവർ ലേറ്റ് ആയി. അങ്ങനെ ലാസ്റ്റ് ഡോക്ടറിനെ കാണാൻ പോവാണ്. ഡോക്ടർ അഗസ്റ്റിൻ തോമസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. കുടുവിന് ഇപ്പം 2nd ടൈം ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ ഒരു 3 മാസത്തിലൊരു പനി വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം സമയം ഇരിക്കേണ്ടി വന്നതുകൊണ്ട് ആൾ വല്ലാണ്ട് ക്ഷീണിച്ചു പോയിട്ട് ലാസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ള ഇരിപ്പാണ്. അങ്ങനെ ഡോക്ടറിനെ കണ്ടിറങ്ങി നെഞ്ചിന് നല്ല കഫക്കെട്ടിലുണ്ടെന്ന് പറഞ്ഞു. പനിയുണ്ട്. അപ്പോൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളിയാഴ്ച ഒന്നുകൂടി ചെക്കപ്പിന് വരണം. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.